ക്യാപ്ഷൻസിനെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി അടുത്തത് ഇസ്നാദ് തറാഫുഖി, ക്രോസ് റെഫറൻസ്. അപ്പോൾ ഡോക്യുമെൻറ്റിൽ യൂസ് ചെയ്ത ചില എലമെൻറ്റ്സിലേക്ക് റെഫർ ചെയ്യാനാണ് ക്രോസ് റെഫറൻസ് യൂസ് ചെയ്യുന്നത്. നമ്പേർഡ് ഐറ്റംസ്, ഹെഡിങ്, ബുക്ക് മാർക്ക്, ഫുട് നോട്ട്, എൻഡ് നോട്ട്, ടേബിള്, ഫിഗർ, ഇക്വേഷൻ, ഇമേജ്, ഇങ്ങനെയുള്ള ഐറ്റംസ്. അതുപോലെ കൺട്രോൾ പ്രസ് ചെയ്ത് റെഫറൻസ് ക്ലിക്ക് ചെയ്താൽ ക്രോസ് റെഫറൻസ് ചെയ്ത ഐറ്റത്തിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. കണ്ടൻറ്റ് മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റുമ്പോൾ ഓട്ടോമാറ്റിക്കായി ക്രോസ് റെഫറൻസ് അപ്ഡേറ്റഡ് ആവും ചെയ്യും. നെക്സ്റ്റ് ടോപ്പിക് ഇൻഡെക്സ്, മജ്മുഅത്തു ഫിഹ്റസ്. ഇതിലെ ഫസ്റ്റ് വണ്ണാണ് മാർക്ക് എൻട്രി, അലാമത്ത് ലിൽ ഇദ്ഖാൽ. ഇൻഡെക്സിൽ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്ന വേർഡ്സ് സെലക്ട് ചെയ്ത് അവയെ മാർക്ക് എൻട്രി ആയി വെക്കുന്നതാണിത്. ഒരു ടെക്സ്റ്റ് എൻ്റർ ചെയ്ത് അതിൽ മാർക്ക് എൻട്രി വെച്ചാൽ അതിനെ ഒരു സ്പെഷ്യൽ എക്സി ഫീൽഡിലായി കാണാൻ സാധിക്കും. ഇനി മുഴുവൻ ഇൻഡെക്സ് എൻട്രിയും മാർക്ക് എൻട്രി കൊടുത്ത ശേഷം ഹോമിൽ നിന്നും പാരഗ്രാഫ് ഗ്രൂപ്പിലെ PDF കാണുന്ന ഈ സിമ്പൽ അത് ക്ലിക്ക് ചെയ്യാം. അത് ടെക്സ്റ്റുകൾക്കിടയിലെ എൻട്രി മാർക്സ് ഒഴിവാക്കാൻ വേണ്ടിയാണ്. ഇനി ഇദ്റാജു ഫിഹ്റസ്, ഇൻസേർട്ട് ഇൻഡെക്സ്. മാർക്ക് എൻട്രീസ് ആഡ് ചെയ്ത ശേഷം ഇൻഡെക്സ് ഡിസൈൻ ചെയ്യാനും ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിനായി ആദ്യം ഇൻഡെക്സ് ആഡ് ചെയ്യേണ്ട സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക, ദെൻ ഇൻസേർട്ട് ഇൻഡെക്സ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വരുന്ന ഡയലോഗ് ബോക്സിൽ നിന്ന് അൽ അസ്സത്തുറു നഫ്സുഹു അല്ലെങ്കിൽ മസാഫത്ത് ബാദിയ, ഇൻറ്റൻറ്റഡ് റൺ ഇൻ എന്നീ രണ്ടാലൊരു ടൈപ്പ് ചൂസ് ചെയ്യാം. നമ്പർ ഓഫ് കോളംസ് സെറ്റ് ചെയ്യാം, ലാംഗ്വേജ് സെറ്റ് ചെയ്യാം. ഫോർമാറ്റിൽ നിന്ന് ഫ്രം ടെംപ്ലേറ്റ്, മിനൽ ഖാലബ് പോലെ ഏതെങ്കിലും ഒരു ഫോർമാറ്റ് ചൂസ് ചെയ്യാം. അതുപോലെ ഫോർമാറ്റ് മോഡിഫൈ ചെയ്യണമെങ്കിൽ മോഡിഫൈ ക്ലിക്ക് ചെയ്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ വരുന്ന സ്റ്റൈൽ എന്ന ഡയലോഗ് ബോക്സിൽ നിന്ന് ഏത് ഇൻഡെക്സാണ് മാറ്റാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ആ ഇൻഡെക്സ് സ്റ്റൈല് ക്ലിക്ക് ചെയ്യുക, ശേഷം മോഡിഫൈ ക്ലിക്ക് ചെയ്യുക, ദെൻ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇനി ലാസ്റ്റ് ടോപ്പിക്കാണ് തഹ്ദീത്തുൽ ഫിഹ്റസ്, അപ്ഡേറ്റ് ഇൻഡെക്സ്. ഇതിനായി ഇൻഡെക്സ് സെലക്ട് ചെയ്യുക, ഇൻഡെക്സ് ഗ്രൂപ്പിലെ അപ്ഡേറ്റ് ഇൻഡെക്സ് സെലക്ട് ചെയ്യുക. സോ നമ്മുടെ 5th ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് യൂണിറ്റ് ദംജുൽ മുറാസലാത്ത് വൽ മുറാജഅ, മെർജിങ്, മെയിലിങ്സ് ആൻഡ് റിവ്യൂ. സോഫ്റ്റ്വെയറിലെ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസിൽ ഒന്നാണ് മെയിൽ മെർജിങ്. ഒരു മെസ്സേജ് അഡ്രസ് സ്റ്റേറ്റ്മെൻറ്റിനോട് ലിങ്ക് ചെയ്യാനും അത് ലിങ്ക്ഡ് മെസ്സേജിൽ പ്രിൻ്റ് ചെയ്യാനുമാണ് ഇത് യൂസ് ചെയ്യുക. ഇതിൻ്റെ ടൂൾസും സ്റ്റെപ്സും ഒക്കെ ഒന്ന് പരിചയപ്പെടാം. ഇതിലെ ഫസ്റ്റ് ഗ്രൂപ്പാണ് മജ്മുഅത്തു ഇൻഷാ, ക്രിയേറ്റ്. ഇതിൽ 2 ടൂൾസാണുള്ളത്, എൻവലപ്സ് അതുപോലെ ലേബൽസ്. എൻവലപ്പിൻ്റെ സൈസും ടൈപ്പും നിർണ്ണയിക്കാനും ഡെലിവറി അഡ്രസ്സും റിട്ടേൺ അഡ്രസ്സും എൻവലപ്പിൽ പ്രിൻ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് സെറ്റ് ചെയ്യാനുമാണ് എൻവലപ്സ് യൂസ് ചെയ്യുന്നത്. ഇതിനുള്ള സ്റ്റെപ്സ്: ആദ്യം ക്രിയേറ്റ് ഗ്രൂപ്പിൽ എൻവലപ്സ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഡയലോഗ് ബോക്സ് വരും, അതിൽ ഡെലിവറി അഡ്രസ്സും റിട്ടേൺ അഡ്രസ്സും ടൈപ്പ് ചെയ്യാം. എൻവലപ്പിൻ്റെ സൈസും അഡ്രസ്സ് പ്രിൻ്റ് ചെയ്യുന്ന പ്ലേസും സെറ്റ് ചെയ്യാൻ ബോക്സിലെ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ മറ്റൊരു ഡയലോഗ് ബോക്സ് വരും, അതിൽ നിന്ന് എൻവലപ്പ് ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക, സൈസ് സെറ്റ് ചെയ്യുക, ഡെലിവറി അഡ്രസ്സിൻ്റെയും റിട്ടേൺ അഡ്രസ്സിൻ്റെയും ഫോണ്ട് സെറ്റ് ചെയ്യുക. ഇനി പ്രിൻറ്റിംഗ് ഓപ്ഷൻസ് സെലക്ട് ചെയ്താൽ എൻവലപ്പിൽ അഡ്രസ്സ് പ്രിൻ്റ് ചെയ്യേണ്ട പ്ലേസ് സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ലേബൽ, തെസ്മിയത്ത് യൂസ് ചെയ്യുന്നത് ലേബൽ ടൈപ്പും ലേബലിലെ അഡ്രസ് പ്രിൻറ്റിംഗ് മെത്തേഡും യൂസ് ചെയ്യാനാണ്. ഇനി നെക്സ്റ്റ് ടോപ്പിക് മജ്മുഅത്തു ബദ്ഇ ദംജിൽ മുർസലാത്ത്, സ്റ്റാർട്ട് മെയിൽ മെർജ്. അപ്പോൾ സ്റ്റാർട്ട് മെയിൽ മെർജ്, സെലക്ട് റെസിപ്പിയൻസ്, അതുപോലെ എഡിറ്റ് റെസിപ്പിയൻ്റ് ലിസ്റ്റ് എന്നീ ടൂൾസാണ് ഇവിടെ ഉള്ളത്. മെയിൽ മെർജ് ചെയ്യാൻ 5 മെയിൻ സ്റ്റേജസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ക്രിയേറ്റ് മെയിൻ ഡോക്യുമെൻറ്റ്, സെക്കൻഡ് വൺ പ്രിപ്പയർ ദ ലിസ്റ്റ് ഓഫ് റെസിപ്പിയൻസ്, തേർഡ് വൺ merge the document with the data source, fourth one insert merge fields, and fifth one preview and complete the merge. ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി മെയിൽ മെർജ് ചെയ്യൽ. ഇതിനായി സ്റ്റാർട്ട് മെയിൽ മെർജ് ക്ലിക്ക് ചെയ്യാം, ശേഷം ലെറ്റേഴ്സ് സെലക്ട് ചെയ്യാം, ശേഷം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെയിൽ മെർജ് വിസാർഡ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ റൈറ്റ് സൈഡിൽ ഒരു ടാസ്ക് പെയിൻ ഫോം ചെയ്യും. ഇംഗ്ലീഷ് വേർഷനിലാണ് ഇങ്ങനെ ഉണ്ടാവുക. എന്നിട്ട് ടാസ്ക് പെയിനിൽ കാണുന്ന സ്റ്റെപ്സ് ഫോളോ ചെയ്യാം. ഇനി മെയിൽ മെർജ് ചെയ്യാനുള്ള സ്റ്റെപ്സാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ടാസ്ക് പെയിനിൽ നിന്ന് റെസിപ്പിയൻ്റ് ലിസ്റ്റ് സെലക്ട് ചെയ്യാം.
അതിൽ നിന്ന് ഇസ്തിഖ്ദാം ഖായിമ മൗജൂദ, യൂസ് ആൻ എക്സിസ്റ്റിംഗ് ലിസ്റ്റ് സെലക്ട് ചെയ്യുക. കമ്പ്യൂട്ടറിൽ റെസിപ്പിയൻ്റ് ലിസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ഇസ്തിയാറാദ്, ബ്രൗസ് ക്ലിക്ക് ചെയ്യുക. ഇതല്ലെങ്കിൽ സെലക്ട് ഫ്രം ഔട്ട്ലുക്ക് കോൺടാക്ട്സ് എന്നത് സെലക്ട് ചെയ്യുക. ഔട്ട്ലുക്കിൽ റെസിപ്പിയൻ്റ് ലിസ്റ്റ് ഉണ്ടെങ്കിലേ ഇത് ചെയ്യാൻ പറ്റൂ. ശേഷം ചൂസ് കോൺടാക്ട്സ് ഫോൾഡർ സെലക്ട് ചെയ്യുക. അതുമല്ലെങ്കിൽ ടൈപ്പ് എ ന്യൂ ലിസ്റ്റ് സെലക്ട് ചെയ്യുക. ശേഷം ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്രിയേറ്റ് ന്യൂ അഡ്രസ് ലിസ്റ്റ് എന്ന ഒരു ബോക്സ് ഓപ്പൺ ആവും. ശേഷം ഡിഫോൾട്ട് ഹെഡിങ് കോളംസിൽ ഡാറ്റാസ് എൻ്റർ ചെയ്യാം. കോളംസ് കസ്റ്റമൈസ് ചെയ്യാൻ തഖ്സീസ് ആമിദ, കസ്റ്റമൈസ് കോളംസ് ക്ലിക്ക് ചെയ്യാം. കസ്റ്റമൈസ് അഡ്രസ് ലിസ്റ്റ് ബോക്സിൽ ഫീൽഡ് ആഡ് ചെയ്തും റീനെയിം ചെയ്തും ഡിലീറ്റ് ചെയ്തും അതുപോലെ മൂവപ്പും മൂവ് ഡൗണും ചെയ്ത് റീ റെക്കോർഡ് ചെയ്തും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. ഇതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ MS ആക്സസ് ഫയലായി ഈ ഡാറ്റാസ് സേവ് ചെയ്യാനുള്ള ഡയലോഗ് ബോക്സ് ഓപ്പൺ ആവും. അതിൽ ഒരു പേര് കൊടുത്ത് സേവ് ചെയ്യുക. ശേഷം മെയിൽ മെർജ് റെസിപ്പിയൻറ്റിൻ്റെ ബോക്സ് ഓപ്പൺ ആവും. ഇവിടെ ഡാറ്റ സോർട്ട് ചെയ്യാനും അഡ്രസ്സ് സെർച്ച് ചെയ്യാനും സാധിക്കും. പിന്നെ ഓക്കെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നെക്സ്റ്റ് റൈറ്റ് യുവർ ലെറ്റർ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ടാസ്ക് പെയിനിൽ ലെറ്റർ എഴുതാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ സേവ്ഡ് ആയ ലെറ്റേഴ്സോ അതുപോലെ കറൻ്റ്ലി ഓപ്പൺഡ് ആയ ലെറ്റർ ഡോക്യുമെൻറ്റോ നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഡോക്യുമെൻറ്റിൽ മെയിൽ മെർജ് ഫീൽഡ് ആഡ് ചെയ്യാം. ഇതിനായി റൈറ്റ് ആൻഡ് ഇൻസേർട്ട് ഫീൽഡ്സിൽ നിന്നും മെർജ് ഫീൽഡ് ക്ലിക്ക് ചെയ്യാം. ശേഷം ഇഷ്ടമുള്ള ഫീൽഡ്സ് ഇൻസേർട്ട് ചെയ്യാം. അതിന് ശേഷം ടാസ്ക് പെയിനിൽ അത്താലി മുആയനത്തുർ റസായിൽ, നെക്സ്റ്റ് പ്രിവ്യൂ യുവർ ലെറ്റേഴ്സ് ക്ലിക്ക് ചെയ്യാം. റെസിപ്പിയൻസിൻ്റെ നെയിം ഓർഡർ അടിസ്ഥാനത്തിൽ പ്രിവ്യൂ ചെയ്യാൻ വേണ്ടി പ്രിവ്യൂ റിസൾട്ട്സ് ഗ്രൂപ്പിലുള്ള ആരോസ് ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ്, പ്രീവിയസ്, ഫസ്റ്റ്, ലാസ്റ്റ് എന്നിങ്ങനെ ജമ്പ് ചെയ്യാനുള്ള ആരോസ് അവൈലബിൾ ആണ്. ഇനി പ്രിവ്യൂ കഴിഞ്ഞാൽ ഫിനിഷ് ആൻഡ് മെർജ് ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്ന് ഒന്നെങ്കിൽ തഹ്രീറുൽ മുസ്തനദാത്തിൽ മുഫ്രദ, എഡിറ്റ് ഇൻഡിവിജ്വൽ ഡോക്യുമെൻറ്റ്സ് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ പ്രിൻ്റ് ഡോക്യുമെൻറ്റ് അല്ലെങ്കിൽ സെൻഡ് ഇമെയിൽ മെസ്സേജസ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ. ഇനി നെക്സ്റ്റ് ടോപ്പിക് മുറാജഅത്തു നസ്സ്, റിവ്യൂ ഡോക്യുമെൻറ്റ്. അപ്പോൾ സ്പെല്ലിങ്സ് ആൻഡ് ഗ്രാമർ മിസ്റ്റേക്സ് കണ്ടെത്താനും പരിഹരിക്കാനും ഈ ടാബിലെ ടൂൾസ് സഹായിക്കും. ഇതിലെ ഫസ്റ്റ് ഗ്രൂപ്പാണ് തദ്ഖീഖ്, പ്രൂഫിങ്. ഇതിൽ ആദ്യം വരുന്ന ഐക്കണാണ് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ. ഇത് യൂസ് ചെയ്ത് ഡോക്യുമെൻറ്റ് പ്രൂഫിങ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് ആദ്യം തദ്ഖീഖ് ഇംലാഇ വ തദ്ഖീഖ് നഹ്വി ക്ലിക്ക് ചെയ്യുക. സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ പ്രൂഫിങ്. അപ്പോൾ സ്പെല്ലിംഗ് പ്രൂഫ് ചെയ്യാനുള്ള ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആവും. റോങ് വേർഡ്സ് മുകളിലെ ബോക്സിൽ റെഡ് കളറിലും താഴെയുള്ള ബോക്സിൽ സജസ്റ്റഡ് ആയ കറക്റ്റ് വേർഡ്സും കാണാം. ഇനി വേർഡ് കറക്റ്റാണ് പക്ഷേ ഡിക്ഷണറിയിൽ ഇല്ലാത്തതാണെങ്കിൽ ആഡ് ടു ഡിക്ഷണറി ക്ലിക്ക് ചെയ്ത് വേർഡ് ഡിക്ഷണറിയിൽ ആഡ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ വൺസായിട്ടും ഫുള്ളായിട്ടും ഇഗ്നോർ ചെയ്യാനും സാധിക്കും. ഇനി ഓട്ടോ കറക്ഷൻ ക്ലിക്ക് ചെയ്താൽ സജസ്റ്റഡ് വേർഡ്സ് യൂസ് ചെയ്ത് സിസ്റ്റം തന്നെ ഓട്ടോ കറക്റ്റ് ചെയ്യും. അങ്ങനെ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ക്ലിക്ക് ചെയ്യാം. അത്രയേ ഉള്ളൂ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സ്പെല്ലിംഗ് ഓർ ഗ്രാമർ പ്രൂഫിംഗ് ചെയ്യണമെങ്കിൽ വേർഡ് 2013 അറബിക് വേർഷൻ യൂസ് ചെയ്യണം. അല്ലെങ്കിൽ അറബിക് ലാംഗ്വേജിൻ്റെ MS ഓഫീസ് 2013 പ്രൂഫിംഗ് ടൂൾ ഇൻസ്റ്റാൾ ചെയ്യണം. മൈക്രോസോഫ്റ്റിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് വ്യത്യസ്ത എഡിഷൻസിൻ്റെ പ്രൂഫിംഗ് ടൂൾ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വൺ ഖാമൂസുൽ മുറാദിഫാത്ത്, തെസോറസ് എന്ന് ഇംഗ്ലീഷിൽ കാണാം. സെലക്റ്റഡ് വേർഡ്സിൻ്റെ സിനോണിംസ് സെർച്ച് ചെയ്യാനുള്ള ടൂളാണിത്. ഇതിനായി ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ്: ആദ്യം വേർഡ് സെലക്ട് ചെയ്യുക, നമ്മളെ ഉദ്ദേശിക്കുന്ന വേർഡ് സെലക്ട് ചെയ്യുക. ദെൻ ഖാമൂസുൽ മുറാദിഫാത്ത് തെസോറസ് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ വേർഡിൽ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ വരുന്ന മെനുവിൽ നിന്ന് സിനോണിംസ് സെലക്ട് ചെയ്യുക. അപ്പോൾ അറബിക് വിൻഡോ ആവുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു ടാസ്ക് പെയിൻ കാണാം. അവിടെ നിന്നും സ്യൂട്ടായ സിനോണിം ചൂസ് ചെയ്യാം. ഇനി അദദുൽ കെലിമാത്ത്, വേർഡ് കൗണ്ട്. അപ്പോൾ വേർഡ് കൗണ്ട് ക്ലിക്ക് ചെയ്താൽ ഡോക്യുമെൻറ്റിൻ്റെ ഇൻഫോ അടങ്ങുന്ന ഒരു ബോക്സ് ഓപ്പൺ ആവും. അതിൽ നമ്പർ ഓഫ് പേജസ്, വേർഡ്സ്, ക്യാരക്ടേഴ്സ് നോ സ്പേസ്, ക്യാരക്ടേഴ്സ് വിത്ത് സ്പേസ്, പാരഗ്രാഫ്സ്, ലൈൻസ് ഇതൊക്കെയാണ് ഉണ്ടാവുക. ഇനി ടെക്സ്റ്റ് ബോക്സസ്, ഫുട് നോട്ട്സ്, എൻഡ് നോട്ട്സ് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനും ചെയ്യാതിരിക്കാനുള്ള ഓപ്ഷൻസും അവിടെ ഉണ്ട്. നെക്സ്റ്റ് വൺ മജ്മുഅത്തുൽ ലുഗ, ലാംഗ്വേജ്. ഇതിലുള്ള ടൂൾസ്: ഫസ്റ്റ് വൺ ട്രാൻസ്ലേറ്റ്, തർജമ. അപ്പോൾ ഇതിനായി വേർഡ് അല്ലെങ്കിൽ സെൻറ്റൻസ് സെലക്ട് ചെയ്യുക. ട്രാൻസ്ലേറ്റ് ടൂള് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ട്രാൻസ്ലേറ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ ടാസ്ക് പെയിൻ വരും.
സോഴ്സ് ലാംഗ്വേജും ടാർഗറ്റ് ലാംഗ്വേജും ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ടാകും. അതുപോലെ സജഷനിൽ നിന്ന് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. നെക്സ്റ്റ് വൺ ലാംഗ്വേജ്. ഇത് പ്രൂഫിങ്ങിനുള്ള ലാംഗ്വേജ് സെറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൂളാണ്. അപ്പോൾ അറബിക് ഡോക്യുമെൻ്റ് ആണെങ്കിൽ അറബിക് ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ഗ്രൂപ്പ് കമൻസ് മജ്മുഅത്തു താലീഖാത്ത്. ഇവിടെ താലീഖ് ജദീദ്, അതുപോലെ ഹദ്ഫ് ഡിലീറ്റ്, പ്രീവിയസ് അസാബിഖ് പ്രീവിയസ്, അത്താലി നെക്സ്റ്റ്, ഇൽഹാറു താലീഖാത്ത്, ഷോ കമൻസ് എന്നീ ടൂൾസാണ് ഇവിടെ ഉള്ളത്. നെക്സ്റ്റ് ഗ്രൂപ്പ് മജ്മുഅത്തു ഹിമായ പ്രൊട്ടക്റ്റ്. ഇപ്പോൾ റിവ്യൂവേഴ്സിന് ഡോക്യുമെൻറ്റിൽ വരുത്താൻ കഴിയുന്ന എഡിറ്റിങ്സ് ലിമിറ്റ് ചെയ്യാനാണ് ഇതിലെ ടൂൾസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫോർമാറ്റിൽ മാറ്റം വരുത്താനും എഡിറ്റിങ്സ് ചെയ്യാനും കമൻസ് ഇൻസേർട്ട് ചെയ്യാനൊക്കെ മറ്റ് യൂസേഴ്സിനെ അലോ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ഇവിടെ സാധിക്കും. ഓക്കെ, അങ്ങനെ MS വേർഡിനെ കുറിച്ചുള്ള ചാപ്റ്റേഴ്സ് മുഴുവൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് യൂണിറ്റാണ് അൽ വഹ്ദത്തു സ്ഥാമിന ഇഅദാദുൽ അറദ് ഫി പവർ പോയിൻറ്റ് 2013. പ്രിപ്പയറിംഗ് പ്രസൻറ്റേഷൻ ഇൻ പവർ പോയിൻറ്റ് 2013 ഓഫീസിലുള്ള മറ്റൊരു പ്രോഗ്രാമാണ് മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ് 2013. പ്രസൻറ്റേഷൻ സ്ലൈഡ്സ് ഡിസൈൻ ചെയ്യലാണ് ഈ പ്രോഗ്രാമിൻ്റെ മെയിൻ യൂസ്. അപ്പോൾ പവർ പോയിൻറ്റിലെ ബേസിക് ടൂൾസ് മാത്രമാണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യം തശ്ഗീലു MS പവർ പോയിൻറ്റ്, ഓപ്പറേറ്റിംഗ് MS പവർ പോയിൻറ്റ്. ഇതിനുള്ള സ്റ്റെപ്സ്: ആദ്യം ടാസ്ക് ബാറിലെ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുക, ഓൾ ആപ്സ് സെലക്ട് ചെയ്യുക, മൈക്രോസോഫ്റ്റ് ഓഫീസ് മെനുവിൽ നിന്ന് പവർ പോയിൻറ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരു പ്രസൻറ്റേഷൻ വിൻഡോ ഓപ്പൺ ആവും. ശേഷം ബ്ലാങ്ക് പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ ക്ലിക്ക് ചെയ്യുക, ഒരു പ്രസൻറ്റേഷൻ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലുള്ള പവർ പോയിൻറ്റ് ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇതൊക്കെ സിമ്പിൾ കാര്യങ്ങളാണ്. എന്നാലും ഈ സ്റ്റെപ്സൊക്കെ അറബിയിൽ എഴുതേണ്ടത് എങ്ങനെയാണെന്ന് PDF എന്നൊക്കെ നോക്കി മനസ്സിലാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ടോപ്പിക് അൽ മുക്കവ്വനാത്തുൽ അസാസിയ ലി വാജിഹത്തി മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ് 2013. മെയിൻ എലമെൻറ്റ്സ് ഇൻ പവർ പോയിൻറ്റ് ഇൻ്റർഫേസ്. ഇതിലെ ടാബ്സിൽ വരുന്നത് ഫയല്, ഹോം, ഇൻസേർട്ട്, ഡിസൈന്, ട്രാൻസിഷൻസ്, ആനിമേഷൻസ്, സ്ലൈഡ് ഷോ, റിവ്യൂ, വ്യൂ എന്നീ ടാബുകളാണ്. അപ്പോൾ PDF കൊടുത്ത പിക്ചറിൽ നിന്ന് എവിടേക്കാണ് ഈ കാര്യങ്ങളൊക്കെ എന്ന് നോക്കി മനസ്സിലാക്കുക. ടാബിന് പുറമെ സ്ലൈഡ് പാർട്ടും സ്ലൈഡ് ടാബും നോട്ട്സ് പെയിനും ഉണ്ട്. സ്ലൈഡ് പാർട്സ് എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കുലർ പേജസ് ആണ്. അപ്പോൾ ടെക്സ്റ്റ്, ഇമേജസ്, വീഡിയോസ്, വോയിസസ് ഇതൊക്കെ ഉൾക്കൊള്ളുന്ന പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്യുന്ന ഒരു റെക്റ്റാങ്കുലർ പേജസ് ആണ് സ്ലൈഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ. ഇതൊരു ചെയിനായാണ് പ്രസൻറ്റ് ചെയ്യൽ. ഇനി സ്ലൈഡ് ടാബ് എന്ന് പറഞ്ഞാൽ ചെറിയ രൂപത്തിൽ അല്ലെങ്കിൽ ഔട്ട്ലൈൻ രൂപത്തിൽ വിൻഡോയുടെ ലെഫ്റ്റിലോ റൈറ്റിലോ സ്ലൈഡ്സ് കാണിക്കുന്ന ടാബാണ്. സ്ലൈഡ്സ് കട്ട്, പേസ്റ്റ്, കോപ്പി ചെയ്യാൻ ഇത് യൂസ് ചെയ്യുന്നു. അതുപോലെ റീഓർഡർ ചെയ്യാനും ഈ ടാബാണ് യൂസ് ചെയ്യുക. ഇനി നോട്ട്സ് പെയിൻ. അപ്പോൾ നോട്ട്സ് പെയിൻ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേഡ് സ്ലൈഡുമായി ബന്ധപ്പെട്ട നോട്ട്സ് എൻ്റർ ചെയ്യാനുള്ള വിൻഡോയാണ്. ഇനി ഇഅദാദു ഷറാഇഹ്, പ്രിപ്പയറിംഗ് സ്ലൈഡ്സ്. ഇതിനായി യൂസ് ചെയ്യുന്ന ടൂളാണ് ഇദ്റാജു ഷരീഹ ജദീദ, ഇൻസേർട്ട് ന്യൂ സ്ലൈഡ്. ഇതിനായി Ctrl+M പ്രസ് ചെയ്താലും മതി. ന്യൂ സ്ലൈഡ് ആഡ് ചെയ്യാനുള്ള സ്റ്റെപ്സാണ് ഞാൻ പറയുന്നത്. ആദ്യം ഹോമിലെ സ്ലൈഡ് ഗ്രൂപ്പിൽ നിന്ന് ന്യൂ സ്ലൈഡ് ക്ലിക്ക് ചെയ്യുക, ഒരു ലേഔട്ട് സെലക്ട് ചെയ്യുക. സെലക്റ്റഡ് സ്ലൈഡ്സ് റിപ്പീറ്റ് ചെയ്യേണ്ട സ്ലൈഡ്സ് സെലക്ട് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് സെലക്റ്റഡ് സ്ലൈഡ്സ് ക്ലിക്ക് ചെയ്യുക. സ്ലൈഡ് സെലക്ട് ചെയ്യാനായി സ്ലൈഡ്സ് ടാബിൽ പോവുക, സ്ലൈഡ്സ് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് ക്ലിക്ക് ചെയ്യുക. ഇനി ഒരു പ്രസൻറ്റേഷൻ ഫയലിൽ നിന്ന് സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യാൻ റീയൂസ് സ്ലൈഡ്സ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ടാസ്ക് പെയിനിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ലൈഡ് അടങ്ങുന്ന ഫയൽ കാണിക്കാനുള്ള ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആവും. നെക്സ്റ്റ് വൺ തഖ്തീത്തു ഷരീഹ, ലേഔട്ട്. ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ലേഔട്ട് സെലക്ട് ചെയ്യാം. ഇനി ഇആദത്തു തഅയ്യിൻ, റീസെറ്റ്. എലമെൻറ്റ്സിൽ മാറ്റം വരുത്തിയ ശേഷം ഡിഫോൾട്ട് സെറ്റിങ്ങിലേക്ക് റീസെറ്റ് ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ മഖ്ത, സെക്ഷൻ. സ്ലൈഡ്സ് ഓരോ സെക്ഷനുകളിലായി ഓർഗനൈസ് ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ഹെഡിങ് തിബാഉ നസ്സ് ഫിൽ ലുഗൽ അറബിയ ഫി ഷറാഇഹി, ടൈപ്പിംഗ് ടെക്സ്റ്റ് ഇൻ അറബിക് ലാംഗ്വേജ്. ഇപ്പോൾ പ്രസൻറ്റേഷനിൽ അറബിക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ സ്ലൈഡിൽ ടൈപ്പ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം.
ആദ്യം വ്യൂ ടാബിൽ മാസ്റ്റർ വ്യൂസിൽ സ്ലൈഡ് മാസ്റ്റർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്ലൈഡ് ടാബിൽ മുഴുവൻ സ്ലൈഡ് ലേഔട്ട്സും കാണാം. അതിൽ നിന്ന് ആദ്യത്തെ സ്ലൈഡ് സെലക്ട് ചെയ്യുക. ശേഷം മെയിൻ ഹെഡിങ്ങിൻ്റെ ടെക്സ്റ്റ് ബോക്സിൽ നിന്ന് ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. മെയിൻ ഹെഡിങ്ങിൻ്റെ സ്റ്റൈൽ എഡിറ്റ് ചെയ്യാനും അത് മറ്റ് സ്ലൈഡുകൾക്ക് ഓട്ടോമാറ്റിക്കായി അപ്ലൈ ചെയ്യാനും വേണ്ടിയാണിത്. ശേഷം ഹോമിലെ പാരഗ്രാഫ് ഗ്രൂപ്പിൽ നിന്നും PDF കാണിക്കുന്ന ആ സിമ്പൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ പാരഗ്രാഫ് ഡയറക്ഷൻ റൈറ്റ് ടു ലെഫ്റ്റ് ആവും. അപ്പോൾ ഇനി ടെക്സ്റ്റുകൾ ഫോർമാറ്റ് ചെയ്യാൻ ഫോണ്ട് ടാബിൽ നിന്നും ഫോണ്ടും കളറും സൈസൊക്കെ സെറ്റ് ചെയ്യുക. ശേഷം മെയിൻ ഹെഡിങ്ങിൻ്റെ ടെക്സ്റ്റ് ബോക്സിലുള്ള ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് അതിൻ്റെ ടെക്സ്റ്റ് സ്റ്റൈല് എഡിറ്റ് ചെയ്താൽ അത് എല്ലാ സ്ലൈഡ്സിനും ഓട്ടോമാറ്റിക്കായി അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി എല്ലാ ഹെഡിങ്സും ഒരേ സ്റ്റൈൽ അപ്ലൈ ചെയ്യാൻ ഇതിലെ 4-5 സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യുക. ഇനി മാസ്റ്റർ സ്ലൈഡ് ക്ലോസ് ചെയ്ത് വർക്കിംഗ് സ്ലൈഡ് ഓപ്പൺ ചെയ്യാൻ മാസ്റ്റർ സ്ലൈഡിലെ ക്ലോസ് ഗ്രൂപ്പിൽ നിന്ന് ക്ലോസ് മാസ്റ്റർ വ്യൂ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, മാസ്റ്റർ സ്ലൈഡിൽ ഒന്നും എഴുതരുത്. എഴുതിയാൽ അത് എല്ലാ സ്ലൈഡിലും വരും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ടൈറ്റിൽ ബോക്സിലും സബ് ടൈറ്റിൽ ബോക്സിലൊക്കെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ടോപ്പിക് റസ്മുൽ അഷ്കാലി ഫി ഷരീഹ, ഡ്രോയിങ് ഷേപ്സ് ഇൻ സ്ലൈഡ്സ്. ഇതിനായി ഡ്രോയിങ് ഗ്രൂപ്പിലെ ടൂൾസാണ് യൂസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ തെർത്തീബ്, അറേഞ്ച്. ഷേപ്സും ഒബ്ജക്ട്സും പിക്ചേഴ്സും സ്ലൈഡിൽ അറേഞ്ച് ചെയ്യാനും ഗ്രൂപ്പ് ചെയ്യാനും അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യാനുമാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതിനുള്ള സ്റ്റെപ്സ്: ഷേപ്പ് സെലക്ട് ചെയ്യാം. ഹോമിലെ ഡ്രോയിങ് ഗ്രൂപ്പിലെ അറേഞ്ച് സെലക്ട് ചെയ്യുക. അറേഞ്ച് ഒബ്ജക്ട്സ് എന്നതിലെ ഒന്ന് സെലക്ട് ചെയ്യാം. ഇനി ഒബ്ജക്റ്റ് ഗ്രൂപ്പ് ചെയ്യാനും അൺഗ്രൂപ്പ് ചെയ്യാനും ഗ്രൂപ്പ് ഒബ്ജക്ട്സിലെ ഗ്രൂപ്പ് ഓർ അൺഗ്രൂപ്പ് സെലക്ട് ചെയ്യാം. ഒബ്ജക്ട്സ് അലൈൻ ചെയ്യാൻ അലൈനിൽ നിന്നും ഒരു അലൈൻമെൻറ്റ് സെലക്ട് ചെയ്യാം. ഇനി ഒബ്ജക്ട്സ് റൊട്ടേറ്റ് ചെയ്യാൻ പൊസിഷൻ ഒബ്ജക്ട്സിൽ നിന്നും റൊട്ടേറ്റ് ക്ലിക്ക് ചെയ്യാം. റൊട്ടേഷൻ്റെ ഡയറക്ഷൻ ചൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ അൻമാത് സരിയ, ക്വിക്ക് സ്റ്റൈൽസ്. സെലക്റ്റഡ് ഷേപ്പിനോ ലൈനിനോ ഒരു വിഷ്വൽ സ്റ്റൈൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണിത്. നെക്സ്റ്റ് താബിഅത്തു ഷെക്കിൽ, ഷേപ്പ് ഫില്ല്. ഷേപ്സ് വ്യത്യസ്ത കളേഴ്സ് കൊണ്ട് ഫില്ല് ചെയ്യാനുള്ള ടൂളാണിത്. ഇതിനായി ഡ്രോയിങ്ങിലെ ഷേപ്പ് ഫിൽ താബിഅത്തു ഷെക്കിൽ ക്ലിക്ക് ചെയ്യുക. കൂടുതൽ കളേഴ്സിന് മോർ ഫിൽ കളേഴ്സ് സെലക്ട് ചെയ്യുക. അതുപോലെ പിക്ചർ, ഗ്രേഡിയൻ്റ്, ടെക്സ്ചർ, ഇതുകൊണ്ടൊക്കെ ഷേപ്സ് ഫില്ല് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വൺ ഷേപ്പ് ഔട്ട്ലൈൻ, അൽ മുഖത്തത്തു തഫ്സീലി ലി ഷെക്കിലി. ഷേപ്പിൻ്റെ ലൈൻ കളേഴ്സും ലൈൻ സ്റ്റൈലും സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണിത്. നെക്സ്റ്റ് വൺ തീറാത്തുൽ അഷ്കാൽ, ഷേപ്പ് ഇഫക്ട്സ്. ഷാഡോ, 3D റിഫ്ലക്ഷൻ പോലെ ഷേപ്പിന് എഫക്ട്സ് കൊടുക്കാനുള്ള ഓപ്ഷൻസാണിത്. മോർ ഇഫക്ട്സിന് എഫക്ട്സിൻ്റെ നേരെയുള്ള ആരോ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് ഇൻസേർട്ട് ടാബിൾ ഇൻ സ്ലൈഡ്. ഇതിനായി ടാബിൾസ് ഗ്രൂപ്പിലെ ടാബിൾ ടൂൾ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഡ്രോ ടാബിൾ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ MS Excelൽ നിന്ന് ടാബിൾ ഇൻസേർട്ട് ചെയ്യുക. സ്ലൈഡിൻ്റെ നടുവിലുള്ള ടാബിൾ ഇമേജിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്തും ടാബിൾ ഇൻസേർട്ട് ചെയ്യുക. ശേഷം റോസും കോളംസും ആഡ് ചെയ്യുക. കളേഴ്സും സ്റ്റൈൽസും യൂസ് ചെയ്ത് ടേബിൾ ഫോർമാറ്റ് ചെയ്യാനും ഡിസൈൻ ലേഔട്ട് ടാബുകളിലെ ടൂൾസ് യൂസ് ചെയ്ത് ടേബിളിന് ഇഫക്ട്സ് കൊടുക്കാനും പറ്റും. നെക്സ്റ്റ് വൺ ഇദ്റാജു സുവരി ഫി ഷരീഹ, ഇൻസേർട്ട് പിക്ചേഴ്സ് ഇൻ സ്ലൈഡ്. ഇമേജ് ഗ്രൂപ്പ്സിൽ നിന്ന് ദിസ് ഡിവൈസ്, സ്റ്റോക്ക് ഇമേജസ്, ഓൺലൈൻ പിക്ചേഴ്സ്, സ്ക്രീൻഷോട്ട്, ഫോട്ടോ ആൽബം എന്നീ സോഴ്സുകളിൽ നിന്ന് പിക്ചേഴ്സ് ആഡ് ചെയ്യാം. ഇതിലെ ഫസ്റ്റ് വണ്ണാണ് പിക്ചേഴ്സ്. നമ്മുടെ ഡിവൈസിൽ നിന്ന് സ്ലൈഡ്സിൽ പിക്ചർ ആഡ് ചെയ്യാൻ ഇത് യൂസ് ചെയ്യുന്നു. ഫോൾഡറിൽ നിന്ന് പിക്ചർ സെലക്ട് ചെയ്യുക. അപ്പോൾ പിക്ചർ ഫോർമാറ്റ് ടാബിൽ നിന്ന് ഫോർമാറ്റ് ചെയ്യാനും സാധിക്കും. നെക്സ്റ്റ് സുവർ അബറൽ ഇൻ്റർനെറ്റ്, ഓൺലൈൻ പിക്ചേഴ്സ്. ഇൻ്റർനെറ്റിൽ നിന്നും ഇമേജസും ക്ലിപ്പാർട്ടും ആഡ് ചെയ്യാനുള്ള ഫെസിലിറ്റിയാണിത്. നെക്സ്റ്റ് വൺ സ്ക്രീൻഷോട്ട്. ഇതിനായി സ്ക്രീൻഷോട്ട് ക്ലിക്ക് ചെയ്യാം. മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആവശ്യമുള്ള അളവിൽ ഡ്രാഗ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുക്കാം. ഇനി ഫോട്ടോ ആൽബംസ് ഓർ ഫോട്ടോഗ്രാഫി ചെയ്യാം. ഡിസ്കിൽ നിന്നോ കമ്പ്യൂട്ടറിൽ നിന്നോ സെലക്റ്റഡ് പിക്ചേഴ്സ് യൂസ് ചെയ്യാനാണിത്. ഇതിനായി ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ്: ആദ്യം ഇൻസേർട്ട് ടാബിലെ ഇല്ലസ്ട്രേറ്റിലെ ഫോട്ടോ ആൽബം ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒരു ഡയലോഗ് ബോക്സ് വരും. അതിൽ ഫയൽ ഓർ ഡിസ്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ പിക്ചർ സെലക്ട് ചെയ്യാനുള്ള ഡയലോഗ് ബോക്സ് വരും. ശേഷം ഫോൾഡർ സെലക്ട് ചെയ്യാം. ഇൻസേർട്ട് ക്ലിക്ക് ചെയ്യാം. ഇനി ഫോട്ടോ ആൽബം
ഡയലോഗ് ബോക്സിലെ ടൂൾസ് യൂസ് ചെയ്ത് ഫോർമാറ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ പിക്ചേഴ്സ് ഓരോന്നോരോന്നായി സ്ലൈഡിൽ കയറും. അല്ലെങ്കിൽ ഒരു സ്ലൈഡിൽ നമ്മൾ ആഡ് ചെയ്ത എണ്ണത്തിനനുസരിച്ച് വരും. അപ്പോൾ ഫസ്റ്റ് സ്ലൈഡ് ആൽബം ടൈറ്റിലാവും. ഇനി നെക്സ്റ്റ് വൺ ഇദ്രാജുൽ അഷ്കാൽ വ സ്മാർട്ട് ആർട്ട് ഫിഷറിയ ഇൻസേർട്ട്സ് ഷേപ്സ് ആൻഡ് സ്മാർട്ട് ആർട്ട് ഇൻ സ്ലൈഡ്. ഇതിനായി ഇല്ലസ്ട്രേഷനിലെ ഇൻസേർട്ട് ഷേപ്സ്, സ്മാർട്ട് ആർട്ട്, ചാർട്ട് എന്നീ ടൂൾസാണ് യൂസ് ചെയ്യുക. നെക്സ്റ്റ് വൺ ലിങ്ക്സ്. അപ്പോൾ ലിങ്ക്സ് ഗ്രൂപ്പിൽ 2 ടൂൾസാണുള്ളത്. ഒന്ന് ഹൈപ്പർ ലിങ്ക്, 2 ആക്ഷന്. അപ്പോൾ ഹൈപ്പർ ലിങ്കിലുള്ള സ്റ്റെപ്സാണ്. ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, ശേഷം ഹൈപ്പർ ലിങ്ക് ക്ലിക്ക് ചെയ്യുക, ഫയൽ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ വെബ് പേജ് അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക, ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇനി പ്രസൻറ്റേഷൻ ടൈമിൽ അണ്ടർലൈൻഡ് ടെക്സ്റ്റിൽ കേഴ്സർ സ്ക്രോൾ ചെയ്യാം. അപ്പോൾ കേഴ്സർ ഒരു കയ്യിൻ്റെ രൂപത്തിലാവും. അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ലിങ്ക് ചെയ്ത ഫയലോ വെബ് പേജോ ഓപ്പൺ ആവും. നെക്സ്റ്റ് വൺ ആക്ഷൻ. ഇതിനുള്ള സ്റ്റെപ്സ്: ആദ്യം സ്ലൈഡിൽ ഒബ്ജക്റ്റോ ഷേപ്പോ ഇൻസേർട്ട് ചെയ്യുക, അത് സെലക്ട് ചെയ്യുക, ലിങ്ക്സിലെ ആക്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി ആക്ഷൻ സെറ്റിങ്സിലുള്ള ഡയലോഗ് ബോക്സിൽ മൗസ് ക്ലിക്ക് ടാബിലോ മൗസ് ഓവർ ടാബിലോ ക്ലിക്ക് ചെയ്യുക. ഹൈപ്പർ ലിങ്ക് ടു റൺ പ്രോഗ്രാം, റൺ മാക്രോ, ഒബ്ജക്റ്റ് ആക്ഷൻ ഇതിലേതെങ്കിലും ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി ഹൈപ്പർ ലിങ്ക് ടു റൺ പ്രോഗ്രാം, റൺ മാക്രോ, ഒബ്ജക്റ്റ് ആക്ഷൻ ഇതിലേതെങ്കിലും ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എവിടെയാണ് ലിങ്ക് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ അത് ഹൈപ്പർ ലിങ്ക് ടു ഇർത്തിബാ തശഅബി ഇല എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ വരുന്ന ഓപ്ഷൻസിൽ നിന്ന് സെറ്റ് ചെയ്യേണ്ടതാണ്. ആക്ഷൻ്റെ ഇടയിൽ സൗണ്ട് അപ്ലൈ ചെയ്യാൻ തശ്ഗീലു സൗത്ത്, പ്ലേ സൗണ്ട് സെലക്ട് ചെയ്യുക. മെനുവിൽ നിന്ന് സൗണ്ട് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ സ്പെഷ്യൽ സൗണ്ട് പ്ലേ ചെയ്യാൻ അതർ സൗണ്ട് സെലക്ട് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റ് ഹൈലൈറ്റ് ചെയ്യിക്കാൻ ഹൈലൈറ്റ് ക്ലിക്ക് സെലക്ട് ചെയ്യുക, ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വൺ ഇദ്രാജു താലീഖ്, ആഡ് കമൻറ്റ്. കമൻറ്റ്സ് എന്ന ഗ്രൂപ്പിൽ കമൻറ്റ് ക്ലിക്ക് ചെയ്താൽ കമൻറ്റ് ആഡ് ചെയ്യാൻ പറ്റും. അടുത്തത് ഇൻസേർട്ട് ടെക്സ്റ്റ് ബോക്സ്. ടെക്സ്റ്റ് ഗ്രൂപ്പിലെ ടെക്സ്റ്റ് ബോക്സ് എന്ന ടൂൾ യൂസ് ചെയ്ത് ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്യാനും ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാനും പറ്റും. ഫോർമാറ്റ് ചെയ്യാൻ ഫോർമാറ്റ് ടാബിൽ ക്ലിക്ക് ചെയ്യാം, ആവശ്യമുള്ള ഫോർമാറ്റ്സ് അപ്ലൈ ചെയ്യാം. ഇനി നെക്സ്റ്റ് ടോപ്പിക് ഇൻസേർട്ട് ഹെഡർ ആൻഡ് ഫൂട്ടർ. ടെക്സ്റ്റിലെ ഹെഡർ ഫൂട്ടർ ടൂൾസ് യൂസ് ചെയ്ത് ഇത് സെറ്റ് ചെയ്യാം. ഇതിനുള്ള സ്റ്റെപ്സ്: ആദ്യം ഹെഡർ ആൻഡ് ഫൂട്ടർ ക്ലിക്ക് ചെയ്യുക. ഡയലോഗ് ബോക്സിൽ നിന്ന് സ്ലൈഡ് ഫൂട്ടറിൽ കാണാൻ വേണ്ടി തദീലു സഫ്ഹ എന്നത് സെലക്ട് ചെയ്ത് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക, ശേഷം അപ്ലൈ ടു ഓൾ സെലക്ട് ചെയ്യുക. ഇനി ഡേറ്റ് ആൻഡ് ടൈം ആഡ് ചെയ്യാൻ ഈ ബോക്സിൽ നിന്ന് തന്നെ ഡേറ്റ് ആൻഡ് ടൈം സെലക്ട് ചെയ്യുക, ശേഷം ഓട്ടോമാറ്റിക്കായി അപ്ഡേറ്റ് ചെയ്യാൻ അപ്ഡേറ്റ് ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്യാം. ഇനി സ്ലൈഡ് നമ്പർ ഇൻസേർട്ട് ചെയ്യാൻ സെയിം ബോക്സിൽ നിന്ന് സ്ലൈഡ് നമ്പർ സെലക്ട് ചെയ്യുക. ടൈറ്റിൽ സ്ലൈഡിൽ ഹെഡറും ഫൂട്ടറും ഡേറ്റും ടൈമും സ്ലൈഡ് നമ്പേഴ്സും ഒന്നും കാണാതിരിക്കാൻ ഡോണ്ട് ഷോ ഓൺ ടൈറ്റിൽ സ്ലൈഡ് ക്ലിക്ക് ചെയ്യുക. ഇനി ഇൻസേർട്ട് വേർഡ് ആർട്ട്. ഇദ്രാജു വേർഡ് ആർട്ട്. ഇതിനായി വേർഡ് ആർട്ട് ക്ലിക്ക് ചെയ്യുക, സ്റ്റൈൽ സെലക്ട് ചെയ്യുക, ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക. ഇനി ഇദ്രാജു റംസ്. സിമ്പിൾ ഇൻസേർട്ട് ചെയ്യാൻ സിമ്പിൾ ടൂൾ ക്ലിക്ക് ചെയ്യുക. മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ഇദ്രാജു മുആദല, അത് മാത്തമാറ്റിക് ഇക്വേഷൻസ് ഇൻസേർട്ട് ചെയ്യാൻ ഇക്വേഷൻ ക്ലിക്ക് ചെയ്യുക. ഡിസ്കിലോ കമ്പ്യൂട്ടറിലോ ഉള്ള ഫയലിൽ നിന്ന് അല്ലെങ്കിൽ ക്ലിപ്പ് ഓർഗനൈസറിൽ നിന്ന് വീഡിയോ ആഡ് ചെയ്യാൻ ആദ്യം മീഡിയ ഗ്രൂപ്പിലെ വീഡിയോ ക്ലിക്ക് ചെയ്യാം. ദിസ് ഡിവൈസ് സെലക്ട് ചെയ്യുക. ഫോൾഡറിൽ നിന്ന് വീഡിയോ സെലക്ട് ചെയ്യുക, ശേഷം ഡയലോഗ് ബോക്സിൽ ഓട്ടോമാറ്റിക്കലി എന്നോ വെൻ ക്ലിക്ക് എന്നോ സെലക്ട് ചെയ്യാം. അപ്പോൾ ടാബിൽ ഒരു വീഡിയോ സ്ക്രീന് വരും. അതുപോലെ ടാബ്സിൽ വീഡിയോ ഫോർമാറ്റ്, പ്ലേബാക്ക് എന്ന ടാബ്സും വരും. ടാബിൻ്റെ നടുവിലുള്ള ഫിലിം ഇൻസേർട്ട് ചെയ്യാനുള്ള ടൂൾ യൂസ് ചെയ്ത് ഡിവൈസിൽ നിന്നോ ഇൻ്റർനെറ്റിൽ നിന്നോ ഫിലിം ആഡ് ചെയ്യാൻ പറ്റും. അവിടെ ഫോൾഡേഴ്സിൽ നിന്ന് ഫിലിമിൻ്റെ ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് വൺ ഇൻസേർട്ട് ഓഡിയോ. ഇതിനായി ചെയ്യേണ്ടത് ആദ്യം ഇൻസേർട്ട് ടാബിലെ മീഡിയ ഗ്രൂപ്പിൽ നിന്ന് ഓഡിയോ ക്ലിക്ക് ചെയ്യുക. ഷോർട്ട് മെനുവിൽ നിന്ന് ഫ്രം ഡിവൈസ് ക്ലിക്ക് ചെയ്യുക. ഇത് സ്ലൈഡിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ പ്ലേബാക്ക് എന്ന പുതിയ ടാബ് ഓപ്പൺ ആവും. വീഡിയോ പോലെ തന്നെ ഫോർമാറ്റ് ടാബിലൂടെ ഓഡിയോയും ഫോർമാറ്റ് ചെയ്യാൻ പറ്റും. കൂടുതൽ ഓപ്ഷൻസിനായി അവിടെയുള്ള ടൂൾസൊക്കെ യൂസ് ചെയ്യാം. ഇതോടെ 8th യൂണിറ്റും അവസാനിച്ചു. ഇനി നെക്സ്റ്റ് യൂണിറ്റ്
الوحدة التاسعة تصميم الشريحة وتطبيق الحركات والانتقالات Designing slide and applying transitions and animations. ഇതിൽ ആദ്യം ഡിസൈൻ ടാബിലെ ടൂൾസ് നോക്കാം. തത്ബീഖുൻ നുസൂഖ് തീം. അപ്പോൾ തീംസ് ഗ്രൂപ്പിൻ്റെ സൈഡിലുള്ള ആരോ ക്ലിക്ക് ചെയ്താൽ വരുന്ന മെനുവിൽ മുഴുവൻ തീംസും കാണാം. ടെക്സ്റ്റുകളും അതുപോലെ ഇമേജസും വീഡിയോസും ഒക്കെ ആഡ് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ തീം സെറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ടെക്സ്റ്റിൻ്റെയും പാരഗ്രാഫിൻ്റെയും ഷേപ്സിൻ്റെയും ഒക്കെ ഫോർമാറ്റിൽ മാറ്റങ്ങൾ വരും. നെക്സ്റ്റ് ടോപ്പിക് സ്ലൈഡ് ഫോർമാറ്റിംഗ്. അഷ്കാൽ മുഖ്തലിഫ വേരിയൻസ് എന്ന ഗ്രൂപ്പിലെ ടൂൾസ് യൂസ് ചെയ്ത് സ്ലൈഡ് ഫോർമാറ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ടോപ്പിക് ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് സ്ലൈഡ് സൈസ്. സ്ലൈഡ് ടൈപ്പും സൈസും സെറ്റ് ചെയ്യാൻ സ്ലൈഡ് സൈസ് ടൂൾ യൂസ് ചെയ്യാം. 2 സ്ലൈഡ്സാണ് ഉണ്ടാവുക. ഒന്ന് സ്റ്റാൻഡേർഡ്, 2 വൈഡ് സ്ക്രീന്. അതുപോലെ ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്ത് സൈസ് കസ്റ്റമൈസ് ചെയ്യാം. അതിനായി കസ്റ്റമൈസ് സ്ലൈഡ് സൈസ് ക്ലിക്ക് ചെയ്യുക. ഡയലോഗ് ബോക്സിൽ സൈസ് ടൈപ്പ് ചെയ്യാം. നെക്സ്റ്റ് ടോപ്പിക് അപ്ലൈങ് ട്രാൻസിഷൻസ് ടു സ്ലൈഡ്സ്. ഇതിനായി ട്രാൻസിഷൻസ് ടാബിലെ ടൂൾസ് യൂസ് ചെയ്യാം. ഫസ്റ്റ് വൺ പ്രിവ്യൂ മുആയനത്തുൽ ഇന്തിഖാലാത്ത്. ഇവിടെ സ്ലൈഡിൽ സെറ്റ് ചെയ്ത ആനിമേഷൻസ് പ്രിവ്യൂ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വൺ ചൂസിങ് ട്രാൻസിഷൻസ്. ട്രാൻസിഷൻ ടു ദ സ്ലൈഡ് എന്ന ഗ്രൂപ്പിൽ ഒരുപാട് ട്രാൻസിഷൻസ് കാണാം. അതിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്യുക. കൂടുതൽ ട്രാൻസിഷൻസിന് ഗ്രൂപ്പിൻ്റെ സൈഡിലുള്ള ആരോ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ 3 സെക്ഷൻസിലായി ട്രാൻസിഷൻസ് വരും. ഒന്ന് സബിള്, എക്സൈറ്റിങ്, ഡൈനാമിക് കണ്ടൻറ്റ്, റഖീഖ്, മുസീർ, അൽ മുഹ്തവ ദീനാമിക്കി. ഇനി നെക്സ്റ്റ് വൺ അപ്ലൈയിങ് ഇഫക്ട്സ് ആണ്. ഇഫക്റ്റ് ഓപ്ഷനിൽ സെലക്റ്റഡ് സ്ലൈഡ് ട്രാൻസിഷൻസിന് ഇഫക്ട്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സെലക്റ്റഡ് ട്രാൻസിഷൻസിനനുസരിച്ച് ഇഫക്റ്റ് ഓപ്ഷൻസും മാറും. നെക്സ്റ്റ് ടോപ്പിക് അപ്ലൈയിങ് സൗണ്ട് ആൻഡ് ടൈമിംഗ് ടു ട്രാൻസിഷൻസ്. ടൈമിംഗ് ഗ്രൂപ്പിൽ ട്രാൻസിഷൻ ടൈം, സൗണ്ട്, അഡ്വാൻസ് സ്ലൈഡ് ഓൺ മൗസ് ക്ലിക്ക്, അതുപോലെ ആഫ്റ്റർ ടൈം ഡ്യൂറേഷൻ എന്ന ഒരു ഓട്ടോമാറ്റിക് ടൈമിങ്, ഇങ്ങനെയുള്ള ഓപ്ഷൻസാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിലെ ഫസ്റ്റ് വണ്ണാണ് സൗണ്ട്. ഇപ്പം ട്രാൻസിഷൻസിന് സൗണ്ട് ആഡ് ചെയ്യാൻ സൗണ്ട് ബോക്സിലെ ആരോ ക്ലിക്ക് ചെയ്ത് സൗണ്ട് സെലക്ട് ചെയ്യാം. ലിസ്റ്റിലില്ലാത്ത സൗണ്ട് ആഡ് ചെയ്യാൻ സൗത്ത് മിനൽ ഹാസൂബ് ഫ്രം ഡിവൈസ് ക്ലിക്ക് ചെയ്യുക. അതുപോലെ ലൂപ്പ് അണ്ടിൽ നെക്സ്റ്റ് സൗണ്ട് ഓപ്ഷനും ഉണ്ട്. നെക്സ്റ്റ് വൺ ഡ്യൂറേഷൻ അൽ മുദ്ദ. ഇപ്പോൾ ഡ്യൂറേഷൻ ബോക്സിൽ നിന്ന് ഡ്യൂറേഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി അപ്ലൈ ടു ഓൾ തത്ബീഖ് അലൽ കുല്ല്. സെലക്റ്റഡ് ഓപ്ഷൻസും എഫക്ട്സും മുഴുവൻ സ്ലൈഡിലും അപ്ലൈ ചെയ്യാൻ അപ്ലൈ ടു ഓൾ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് വൺ അഡ്വാൻസ് സ്ലൈഡ്. നെക്സ്റ്റ് സ്ലൈഡിലേക്കുള്ള ട്രാൻസിഷൻ ഏത് രീതിയിലാണ് വരുന്നത് എന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ. അപ്പോൾ ഒന്നെങ്കിൽ ഓൺ മൗസ് ക്ലിക്ക് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായി മൂവ് ചെയ്യാൻ ആഫ്റ്റർ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഒരു ഡ്യൂറേഷൻ സെറ്റ് ചെയ്യുക. നെക്സ്റ്റ് ടോപ്പിക് അപ്ലൈയിങ് ട്രാൻസിഷൻസ് ടു ഒബ്ജക്ട്സ് ഇൻ സ്ലൈഡ്. ആനിമേഷൻ ടാബിലെ ഗ്രൂപ്പ്സിലെ ടൂൾസ് യൂസ് ചെയ്ത് ഒബ്ജക്റ്റിന് ആനിമേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിലെ ഫസ്റ്റ് വൺ പ്രിവ്യൂ ആനിമേഷൻ. ടെക്സ്റ്റ്, പിക്ചർ, ഷേപ്സ്, ചാർട്ട്, ടാബിൾസ് തുടങ്ങിയ എലമെൻസിൽ ആനിമേഷൻ അപ്ലൈ ചെയ്തവയുടെ ആനിമേഷൻ പ്രിവ്യൂ കാണാൻ പ്രിവ്യൂ ഗ്രൂപ്പിലെ ടൂൾ യൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ സെലക്ടിങ് ആനിമേഷൻസ് ഇഖ്തിയാറുൽ ഹറക്കാത്ത്. ആനിമേഷൻ ഗ്രൂപ്പിൽ ഒരുപാട് ആനിമേഷൻസ് കാണാം. ഇനി കൂടുതൽ ആനിമേഷൻസിന് ആരോ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ എൻട്രൻസ്, എംഫസിസ്, എക്സിറ്റ്, മോഷൻ പാത്സ് എന്നീ സെക്ഷൻസിലായി ഒരുപാട് ആനിമേഷൻസ് കാണാം. നെക്സ്റ്റ് വൺ ഇഫക്റ്റ് ഓപ്ഷൻസ് ഖിയാറാത്തു തഅ്സീർ. സെലക്റ്റഡ് ആനിമേഷൻസിനനുസരിച്ച് ആനിമേഷൻ ഇഫക്ട്സ് സെറ്റ് ചെയ്യാനാണിത്. ഇനി എൻട്രൻസ് മോഷൻ, എംഫസിസ് മോഷൻ, എക്സിറ്റ് മോഷൻ എന്നീ ഓപ്ഷൻസാണ് ഇവിടെ ഉണ്ടാവുക. അതുപോലെ ഒന്നാണ് മോഷൻ പാത്ത് ഹറക്ക ബി മസാർ മുഹദ്ദദ്. ഇത് യൂസ് ചെയ്യുന്നത് പ്രസൻറ്റേഷൻ ടൈമിൽ സെലക്റ്റഡ് പാത്തിലൂടെ മാത്രം ആനിമേഷൻ അപ്ലൈ ചെയ്യാനാണ്. കൂടുതൽ ആനിമേഷൻസിന് എഫക്റ്റ് മോഷൻ ലിസ്റ്റിലെ താഴെയുള്ള ഓപ്ഷൻസ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ തത്ബീഖു ഹറക്ക മുഖസ്സസ കസ്റ്റം ആനിമേഷൻ. ഇതിലെ ടൂൾസ് യൂസ് ചെയ്ത് ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യാം. ഫസ്റ്റ് വൺ ആഡ് ആനിമേഷൻ. ഒരു ഒബ്ജക്റ്റിന് 5ൽ കൂടുതൽ ആനിമേഷൻസ് ആഡ് ചെയ്യാൻ സാധിക്കും. ഇനി ആനിമേഷൻ പെയിൻ ജുസ്ഉൽ ഹറക്ക. ഒബ്ജക്റ്റിലേക്ക് ആഡ് ചെയ്ത ആനിമേഷൻസിൻ്റെ കസ്റ്റം ആനിമേഷൻ പെയിൻ കാണിക്കാനാണിത്. നെക്സ്റ്റ് ടോപ്പിക്
ടൈമിങ് തത്ബീഖു തൗഖീത്ത്. ഇതിലെ ഫങ്ഷൻസ് ഒന്ന് കൺട്രോളിങ് ആനിമേഷൻ സ്റ്റാർട്ടിങ്, ദെൻ സ്റ്റാർട്ട് ബോക്സിൽ ഓൺ ക്ലിക്ക്, വിത്ത് പ്രീവിയസ്, ആഫ്റ്റർ പ്രീവിയസ് എന്നീ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പിന്നെ ആനിമേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൈം കൺട്രോൾ ചെയ്യാം. ആനിമേഷൻ പെയിനിൽ നിന്നും എല്ലാ ആനിമേഷൻ്റെയും ഡ്യൂറേഷൻ ഫിക്സ് ചെയ്യാം. അതുപോലെ ഡിലേ കൺട്രോൾ ചെയ്യാം. ഒബ്ജക്റ്റ് റീഓർഡർ ചെയ്യാം. ഇതോടെ ഈ യൂണിറ്റ് അവസാനിച്ചു. ഇനി നെക്സ്റ്റ് യൂണിറ്റ് തഖ്ദീമു അറദി ഷറാഇഹ്, സ്ലൈഡ് ഷോ.